ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴുന്നു. കഴിഞ്ഞ 22 വർഷത്തെ അപേക്ഷിച്ച് 22 അടിയുടെ കുറവാണുള്ളത്. ജലനിരപ്പ് കുറഞ്ഞതോടെ 2 മാസത്തേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് അണക്കെട്ടിലുള്ളത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 2376.24 അടിയാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ്. സംഭരണി ശേഷിയുടെ 71% ജലം അണക്കെട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അണക്കെട്ടിലെ ജലനിരപ്പ് 49.50% മാത്രമാണ്. ജലനിരപ്പ് 2199 അടിയോടടുത്താൽ മൂലമറ്റത്ത് വൈദ്യുതി ഉൽപ്പാദനം നിർത്തേണ്ടിവരും. ഇത് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിലേക്കും കാരണമാകും. 670 ലിറ്ററോളം വെള്ളമാണ് മൂലമറ്റത്ത് 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടത്. തുലാവർഷത്തിൽ മഴ കുറഞ്ഞത് ജലനിരപ്പ് വേഗത്തിൽ കുറയാൻ കാരണമായി. 446 മില്ലിമീറ്റർ മഴയുടെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. വാട്ടർ ലെവൽ വരുവാണെങ്കിൽ നമ്മൾ അത് സ്പില്ല് ചെയ്ത് കളയണം. അതിനുവേണ്ടി നമ്മൾ ഷട്ടർ ഓപ്പറേഷൻ നടത്തി തുറക്കുക. അപ്പോൾ ഈ വർഷം ഈ ഓഗസ്റ്റിൽ 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഒരു 109.5 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം നമ്മൾ ഒഴുകി കളഞ്ഞു ഈ റൂൾ ലെവൽ വെച്ച്. പക്ഷേ അതും നമ്മളിപ്പോൾ ബാധിച്ചിട്ടുണ്ട്. കാരണം അത് റൂൾ ലെവൽ വെച്ച് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തുലാവർഷം പെയ്തില്ല. അപ്പോൾ അത്രയും വെള്ളം നമുക്ക് ആക്ച്വലി നഷ്ടമായി. പക്ഷെ അത് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഈ 2012 ഫ്ലഡിന് ശേഷം ഉണ്ടായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ 5 ദശലക്ഷം യൂണിറ്റോളം വൈദ്യുതി മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ചൂട് കൂടിയതിനാൽ ഉപഭോഗവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയാൽ 1 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് KSEBയുടെ ആശങ്ക. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.